അല്ലളിയാ കോപ്പി ചെയ്ത് മതിയല്ലോ അല്ലേ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ അല്ലേ? കോപ്പിയൊക്കെ ഓക്കെ. അതെ, എന്തായാലും ഈ കോപ്പി വെച്ചിട്ട് 1 ലക്ഷം ഒന്ന് തരാമെന്ന് പറഞ്ഞല്ലോ. അത് നീ ഒരു 1.5 വാങ്ങിച്ച കളിയാ. ഇതാണ് ആർത്തി എന്ന് പറയുന്നത്. എൻ്റെ അളിയ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ആൾക്കാർ ഒറിജിനൽ പ്രമാണം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് പൈസ മേടിക്കുന്നത്. പിന്നെ ഈ കോപ്പി വെച്ചുകൊണ്ട് പൈസ തരാമെന്ന് പറഞ്ഞു വെച്ചാൽ ഞാനും അയാളോട്ടുള്ള ബന്ധം വെച്ചിട്ടാണ്. ഉടനെ അത് ഒന്ന് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഒന്നരയാക്കും. നീ അയാളായിട്ട് ഭയങ്കര ബന്ധമെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ഒന്ന് മതി, എനിക്ക് അത്യാവശ്യമുണ്ട്. പക്ഷേ അളിയ ഈ കാശ് തരുന്ന അണ്ണാച്ചിക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. അയാൾ പറഞ്ഞ കണ്ടീഷനല്ലേ പ്രമാണത്തിന്റെ കോപ്പി വേണമെന്ന്. അത് ഞാൻ ഒപ്പിച്ചില്ല. ഇനി എന്തോ കണ്ടീഷൻ അളിയാ? അതല്ല അളിയ, ഈ വസ്തുവും വീടും അണ്ണാച്ചി കാണണം. എന്തിന്? ഈ പ്രമാണത്തിലുള്ള വസ്തുവും വീടും അണ്ണാച്ചി കാണണം. കണ്ടിട്ടേ അണ്ണാച്ചി പൈസ തരുത്തുള്ളൂ. എടേ, ഇതൊരുമാതിരത്തെ വല്ലാത്ത ഇടപാട് തന്നെ. അതെന്താണ്? എൻ്റെ അളി അയാൾക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. നമ്മൾ പൈസ വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിലോ? നമ്മളെ തിരക്കി വരാൻ വീടെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? അതിപ്പോ നമ്മള് കള്ളപ്പുള്ളികളൊന്നും അല്ലല്ലോ. നമ്മൾ പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കുമല്ലോ. അളി അത് പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ തരുന്നതിന് പൈസ തരുന്നതായ കണ്ടീഷൻസ് ഉണ്ട്. അയാൾ ഈ വീടും വസ്തുവും കാണണമെന്ന് പറഞ്ഞ് ഇത്ര പിടിവാശി പിടിക്കേണ്ട കാര്യം തോന്നുന്നു. എൻ്റെ അളി അത് അയാൾക്ക് പണി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോന്ന് പണി? അതുകൊണ്ടല്ലേ അയാൾ നമ്മുടെ ഈ യഥാർത്ഥ വസ്തുവിൻ്റെ ഓണറുടെ മുന്നിൽ വെച്ച് പൈസ തരുന്നത് നമുക്ക്. അയാൾക്ക് പണി കിട്ടത്തില്ല. അപ്പം അയാൾക്ക് വീടറിയാമല്ലോ. വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ മുന്നിൽ വെച്ച് പൈസ തരുള്ളൂ അല്ലേ? നടന്നത് തന്നെ അളിയാ. എന്ത്? ആ ഹവീൽദാരെ തോക്ക് അവിടെ ഇരിപ്പുണ്ട്. ആ തള്ള അതെടുത്ത് എന്റെ നെഞ്ചത്തോട്ട് വെടിവെച്ച് തരും. എടേ, ഇതൊന്നും നിനക്ക് നീ ഒരു കാര്യം ചെയ്യും, ഈ കേസങ്ങ് വിട്ടുകള. പൈസയും വേണം, എല്ലാ കാര്യവും നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയായി. പിന്നല്ല, നീ ഇത്രയും വ്യവസ്ഥകളൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതിന്റെ കോപ്പി കിട്ടിയാൽ ഞാൻ പൈസ വാങ്ങിച്ചു തരാന്നല്ലേ പറഞ്ഞു? വ്യവസ്ഥകളല്ലേ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ എന്തോ ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. എടാ, നീ ഒരു കാര്യം ചെയ്യടേ. ഒരു ദിവസത്തേക്ക് അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ആ ദിവസം അണ്ണാച്ചി അവിടെ കൊണ്ടുതരാം. പോരെ? എടാ അളിയാ, കനകൻ ഓഫീസിൽ പോയി കഴിഞ്ഞാലും അമ്മയും ജമന്തി അവിടെ കാണൂലേ? അവരെങ്ങനെ ഒഴിവാക്കും? എടാ അളിയ, അതിനാണ് പറയുന്നത് ഇവരെ എല്ലാവരെയും കൂടെ ഒരു ദിവസം ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു ബുദ്ധി ആലോചിക്കും. നിനക്ക് ഒരുപാട് കുരുട്ടി ബുദ്ധിയുള്ള ആളല്ലേ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒഴിവാക്കിയാൽ ആ ദിവസം ഞാൻ അണ്ണാച്ചിയെ അവിടെ കൊണ്ടുവന്നിരിക്കും. പൈസ 1 ലക്ഷം അങ്ങോട്ട് വാങ്ങിച്ച് കൈ തന്നിരിക്കും. പോരെ? അപ്പോൾ യഥാർത്ഥ അവകാശം എവിടെയെന്ന് വെച്ചാൽ ആശുപത്രി അതൊക്കെ നമുക്ക് പറയാം. പിന്നല്ല മേട്ടാളി വീടും സ്ഥലവും ഒന്ന് കാണണം, അതായിരിക്കുമല്ലോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഓരോന്ന് ഒഴിവാക്കണം അല്ലേ? നീ എന്തെങ്കിലും ആലോചിക്കും. വഴിയുണ്ട്. കിട്ടിയാ? വഴിയുണ്ടെന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കും. ആലോചിക്കാം. ഹൃദയം തകർന്നു. അളിയാ, ഇന്ന് തന്നാൻ പോയില്ലേ? സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടാ. തെണ്ടിയെന്ന് നീ എന്നെ വിളിക്കണ്ട. നീ വേറെ ആരുണ്ടോ ഇപ്പൊ വിളിക്കുക കേട്ടാ. ഞാൻ തെണ്ടി തന്നല്ലേ വിളിച്ചത്. പിന്നെ നീ എന്താ ചോദിച്ചത്? അല്ല, തെണ്ടാൻ പോകുന്നില്ലെന്ന് ചോദിച്ചു. നീ തെണ്ടാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചെന്റെ ഉദ്ദേശം എന്നെ തെണ്ടിന്ന് വിളിക്കാനല്ലേ? അങ്ങനെയാണ്. പാട്ട് പാടുന്നതിന് നീ എന്തോ വിളിക്കും? പാട്ടുകാരൻ ആണല്ലോ. പാചകം ചെയ്യുന്നതിന് നീ എന്തോ വിളിക്കും? പാചകക്കാരൻ. അപ്പൊ പിന്നെ നീ എന്നെ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ വിളിച്ചത്? അതെ. ഈ കളിക്കരുത്. അല്ല, നിനക്കൊന്ന് കക്കാനും മോഷ്ടിക്കാനൊന്നും പോണ്ടേ? ആര് കേൾക്കാൻ പോണ്? നീ തന്നെ. ഞാൻ മോഷ്ടാവാ? എടാ, കക്കയെ മോഷ്ടിക്കുന്ന കള്ളനെ വിളിക്കുന്നത് ആണല്ലോ. ഞാൻ KCB ലൈൻമാൻ ആണ്, ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥൻ. ഒപ്പം നീ അവിടുന്ന് ട്രാൻസ്ഫോമറും കമ്പിയും കോപ്പറും ഒക്കെ മോഷ്ടിക്കണല്ലേ? അപ്പൊ നീ കള്ളം തന്നെ. അനാവശ്യം പറയരുത്. ഇപ്പൊ നിനക്ക് വേദനിച്ചു. അധ്വാനി ജോലി ചെയ്ത ചെറുപ്പക്കാരൻ. അത് തന്നെടാ, എല്ലാവർക്കും നോവും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോ. പിന്നെ രണ്ടും കൂടി തുടങ്ങിയോ? നേരം വെളുത്തുള്ളൂ. എന്ത് 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 എന്താ ഇവിടെ പരിപാടി? ഞങ്ങള് കൊച്ചു വർത്താനം പറഞ്ഞതാ. വലിയ വർത്താനാണല്ലോ കേട്ടത്. ഇവക്ക് വേറെ ഇവിടെ ആണുങ്ങൾ തമ്മിലൊന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാനും സമ്മതിക്കില്ല. പോ, നീ നിന്റെ ജോലി പോ. നിങ്ങൾ അകത്തോട്ട് കയറിപ്പോ. നിങ്ങളെ കണ്ട ആർക്കും എന്തെങ്കിലും പറയാൻ തോന്നുന്നു. എന്തായി, അമ്മയും അവളൊന്നും വരുവോ? 2 ദിവസം കഴിയും. ആണോ? അമ്മാവന് ഇച്ചിരി വലിവ് കൂടി. അപ്പൊ ഇനിയിപ്പോ ഇവിടെ കാണുമ്പോ കുറച്ച് സമാനാവുമല്ലോ. അമ്മയും ജമന്തി ഇല്ല ഇവിടെ? ഇല്ല, 2 ദിവസം കഴിയും വരാനായിട്ട്. 2 ദിവസം കഴിയും. എന്നാ നിനക്കൊന്ന് പോവായിരുന്നില്ലേ? ഞാൻ പോയി, എനിക്ക് വയ്യടി. രാവിലെ എന്തോ ഒരു പുറമ്പേന പോവാൻ നോക്ക്. അയാൾ വലിച്ചു കിടക്കണം. ഇനി അവസാനം കണ്ണടഞ്ഞു പോയിട്ട് പിന്നെ കാണണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കരഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് പോയി കാണാ. ഇല്ലല്ലേ, ഒരു മേലുവേനടാ കയറുമ്പോ ഞാൻ വിചാരിച്ചു 2 ദിവസം ലീവ് എടുപ്പിക്കാന്ന് വിചാരിച്ചിരിക്കുക. ഓരോരുത്തർ ലീവ് എടുക്കണം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ. നീ ഇങ്ങനെ വെറുതെ ലീവ് എടുത്ത് മടിയനായി പോവാ. വയ്യെങ്കിലല്ലേ മേളിലേക്ക് കയറേണ്ട കളിയാ. അമ്മാവനെ പോയി ഒന്ന് കാണു. നീ ഒന്ന് പോയിട്ട് വാ.
അത് നടക്കൂലല്ലേ? ഞാൻ നോക്കട്ടെ, കൂടാണെങ്കിൽ പോവാം, അല്ല ഇപ്പൊ വേറെ മാർഗം. ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര ശിവ ശങ്കര നന്ദികേശ വാഹന ഇന്ദുചൂടമോഹന. തിങ്കളാഴ്ച അല്ലടാ, അപ്പൊ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോയി. നന്നായി. അതെ, ഈ തിങ്കളാഴ്ച വ്രതം നോക്കണത് സ്ത്രീകളാണെന്നാണ് എൻ്റെ അറിവ്. അമ്മാമ്മ ഇനിയിപ്പോ പെണ്ണ് കിട്ടുമെന്ന് പറയുന്ന നോക്കിയാൽ ആ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ. എടാ, പ്രതീക്ഷയാണ് ഒരു മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാണ് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. 937ാമത്തെ പ്രാവശ്യമാണ് ഈ തത്വം പറയണത്. ഇനി ഇത് പറയരുത്, കേൾക്കാനുള്ള ക്ഷമ എനിക്കില്ല. അല്ല, പറയാതിരിക്കണ നല്ലത്. എന്ത് പറഞ്ഞാലും നീ നേരാവില്ല. അതെ, രാവിലെ അമ്പലത്തിൽ പോണ വഴിക്കേ കുറുകൊരു പാമ്പാട് ചാടി. പാമ്പാണോ ചേരയാണെന്ന് അറിയില്ല. നമ്മുടെ തറവാട് പൊളിച്ചു നീക്കിയപ്പോ ഇവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു, പൊളിച്ചു നീക്കിയതാണല്ലോ. അതിന്റെ ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് കാട്ടി, പോയ വഴിക്ക് പാമ്പിനെ 100 പാല് കൊണ്ട് നടന്നു. കിട്ടി കിട്ടി. എന്ത് മുദ്രാവാക്യം കിട്ടി. ഞാനേ സമരത്തിനുള്ള ഒരു മുദ്രാവാക്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പെട്ടെന്നൊരു സാധനം കിട്ടി. നല്ല സാധനം കിട്ടി. തങ്കം, എന്റെ വെള്ളം എടുത്ത് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരട്ടെ. പോകുമ്പോ അതുവഴി അങ്ങ് പോളിയാ, എന്നിട്ട് പാല വഴി ചുറ്റി എരിമേലി വഴി കറങ്ങി മൂന്നാർ വഴി ഇറങ്ങി. ഇപ്പൊ ഇതിന് മറുപടി പറയാനുള്ള സമയം എനിക്കില്ല. കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ചെയ്തോ, എനിക്കിട്ട് പണിയായിരുന്നു അത്. ചായ വെച്ച് വെച്ചിട്ടുണ്ടാ? എന്താ ചായ വെച്ച് വെച്ചിട്ടുണ്ടാ? ഞാൻ സ്വപ്നം കാണും അമ്മാൻ വരും എന്നുള്ളത്. എന്തായാലും നിനക്ക് ഉണ്ടാക്കണ്ടേ? ഉണ്ടോ? ഞാൻ ഉണ്ടാക്കി കുടിച്ചു. ഇനി അമ്മാവന് വേണമെങ്കിൽ ഞാൻ തരാം. അതിനെ കുറിച്ച് അങ്ങോട്ട് ഉറപ്പിക്കാറായില്ല. സംഭവം അതൊരു പഴയ കഥയാണേ. നമ്മുടെ ഈ ഹവീൽദാറിന്റെ തറവാടില് ഒരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു. അപ്പം പഴയ ടീമുകൾ അതിനെ നല്ല രീതിയിൽ പൂജയൊക്കെ ചെയ്ത് സമയാസമയം കൃത്യമായിട്ടൊക്കെ അത് നടത്തിക്കൊണ്ട് പോയപ്പോൾ പുതിയ തലമുറ ഇങ്ങോട്ട് വന്ന് എന്ത് ചെയ്ത് അതിനെ അങ്ങ് പൊളിച്ചു മാറ്റി. പൊളിച്ചു മാറ്റിയപ്പോൾ എന്തോ ഉണ്ടായി. അവിടെ അന്ന് കുറെ സെഞ്ചുറി അടിക്കാനിരുന്ന കളവന്മാരെയൊക്കെ ഈ പാമ്പ് കടിയേറ്റ് മരിച്ചു. അപ്പോൾ അത് ഉടനെ പറഞ്ഞു വരുത്തി അത് ദോഷമാണ്, അത് സർപ്പക്കാവ് പൊളിച്ചതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, മറ്റേ മണ്ണാറശാലയിലോ പിന്നെ വെട്ടിക്കോട്ടോ പോയി നേർച്ച ചെയ്യണോ. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഇപ്പം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ നടക്കണമെങ്കിൽ വീടിന്റെ പരിസരത്ത് പാമ്പിനെ കണ്ടാലേ നടക്കൂലേ? പാമ്പ് വരും, വന്നില്ലെങ്കിൽ ഞാൻ പാമ്പാവും. അതൊക്കെ ഉണ്ട് നടരായ. എല്ലാം അങ്ങനെ അങ്ങ് പറഞ്ഞുതരാൻ പറ്റൂല. അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ ഓരോന്ന് ചെയ്യും. അപ്പം അങ്ങ് കണ്ടാൽ മതി കേട്ടോ. അല്ലേ? പിന്നെ നാളെ അണ്ണാച്ചി എടുത്ത് പൈസ ആയിട്ടങ്ങ് വീട്ടിൽ വരാൻ പറയാം. അതിനുള്ള സമയമായില്ല, ഇച്ചിരിയുടെ സമയം വേണം. ആദ്യം ഞാൻ ഈ കനകനെയും ടീമിനെയും മണ്ണാർശാലയിലേക്ക് ഒന്ന് പറഞ്ഞു വിടട്ടെ. അത് കഴിഞ്ഞ് നീ അണ്ണാച്ചിയെ വരാൻ പറ. മതിയല്ലോ? മതി, ഒരു അല്പസമയം. ഓക്കെ ഓക്കെ, ശരി, ഓക്കെ. Alien versus Alien.